ഹായ് ഫ്രണ്ട്സ്, ഏത് കാലമായാലും നമുക്ക് ഫ്രൂട്ടി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ആൾക്കാർക്കും ഫ്രൂട്ടി ഒരുപാട് ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രൂട്ടി നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴുത്ത മാങ്ങ, ഒരു പച്ച മാങ്ങയുടെ പകുതി അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കുറച്ച് വെള്ളം ചേർത്ത് ഞാനൊരു സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ ചൂടോടെ തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ചൂടാറിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത മാങ്ങ പഞ്ചസാരയുടെ സിറപ്പിലേക്ക് ഒഴിച്ചെടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. അതിന് ശേഷം അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. കാരണം നമ്മൾ ഫ്രൂട്ടി കുടിക്കുമ്പോൾ അതിൽ മാങ്ങയുടെ ആ ഒരു നാരുകളൊന്നും ഉണ്ടാവാറില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതല്ലാതെ വേറൊരു രീതി കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മൾ മാങ്ങ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു പഞ്ചസാരയുടെ സിറപ്പിലേക്ക് ഇതൊഴിച്ച് ഡയറക്റ്റായിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുറുക്കിയെടുത്ത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രൂട്ടിയുടെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒറിജിനൽ ഫ്രൂട്ടിയുടെ ആ ഒരു രൂപത്തിലേക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തണുത്തതിന് ശേഷം ഫ്രൂട്ടിയുടെ ആ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഫ്രൂട്ടി അല്ല എന്നാരും പറയില്ല അല്ലേ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.